ബിഗ് ബോസ് ലൈവിൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നോമിനേഷന് വേണ്ടി എല്ലാവരും ലിവിങ് റൂമിലിരിക്കുകയായിരുന്നു. ഓരോരുത്തരായിട്ട് വന്നിട്ട് ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ പേരുകൾ പറയുന്നുണ്ട്. കൂടുതൽ പേരും പറഞ്ഞത് അഭിലാഷിൻ്റെ പേരാണ്. രണ്ടാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് ജിസേലും ഒന്നിലും കൂടിയാണ്. ശൈത്യയുടെ പേരും പറയുകയുണ്ടായി കുറേ പേര്. അതിൽ അപ്പാനി ശരത്ത് പറഞ്ഞ ആ ഒരു ഡയലോഗ്, അതുപോലെ തന്നെ അത് ആവർത്തിച്ച് പറഞ്ഞത് നിവിനും അക്ബറുമാണ്. അവർ പറയുന്നതിനകത്ത് ഒരു വാക്ക് അവർ പ്രത്യേകം എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഖം മൂടിയിട്ട ചെന്നായെ പോലിരിക്കുന്ന ആൾക്കാരോട് എത്ര ധൈര്യത്തോടെ പോയി സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ളൊരു കഴിവ് ശൈത്യക്കുണ്ടെന്ന് ഈ കഴിഞ്ഞ വീക്കിലാണ് മനസ്സിലായത്. ശൈത്യ ഏറ്റവും താഴെ കിടന്ന ഒരു വ്യക്തിയാണ്, ഏറ്റവും താഴ്ന്നിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ എല്ലാവരെക്കാട്ടിലും ഏറ്റവും മുകളിലായി മാറിയിരിക്കുകയാണെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പാനി ശരത്ത് വന്ന ആദ്യത്തെ വീക്ക് കഴിഞ്ഞ ഉടനെ ശൈത്യയൊക്കെ ഇവിടുന്ന് പറക്കി കെട്ടി പോകുമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പലരും. പക്ഷേ ശൈത്യ എങ്ങും പോകത്തില്ല. ഇനി ഒരുപാട് ദിവസം ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനുള്ള കഴിവ് ശൈത്യയ്ക്കുണ്ട്. പിന്നെ മുഖംമൂടിയിട്ട് ഒരുപാട് ആൾക്കാരെ പച്ചയ്ക്ക് അവരെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ശൈത്യ പേടിയില്ലാതെ ഫൈറ്റ് ചെയ്യാനും സംസാരിക്കേണ്ടുന്നിടത്ത് സംസാരിക്കാനും കാണിച്ച ആ ഒരു ധൈര്യം, അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. അടുത്തതായി നിവിൻ വന്നപ്പോഴും നിവിനും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. ശൈത്യയുടെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ശൈത്യ ഏറ്റവും പുറകിൽ നിന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരെക്കാട്ടിലും മുകളിലായിട്ട് ശൈത്യ മാറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ വീക്കിൽ അനുവായിട്ട് ഉണ്ടായ 2-3 വാക്ക് തർക്കത്തിനകത്താണ് ഇവരെല്ലാവരും വിചാരിക്കുന്നത് ശൈത്യ ഇപ്പം എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിരിക്കുകയാണ്. പക്ഷേ ശൈത്യയ്ക്ക് പുറത്തുള്ള സപ്പോർട്ട് എത്ര ആണെന്ന് അവരറിയുന്നില്ല. അതേപോലെ അനുവിന് എത്ര സപ്പോർട്ട് ഉണ്ടെന്നും ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. അഭിലാഷിനാണ് ഏറ്റവും കൂടുതൽ വോട്ട്, 12 വോട്ടുണ്ട്. 7 വോട്ട് വീതം കിട്ടി നമ്മുടെ ഒനിലും ജിസേലുമാണ് തൊട്ട് പിന്നിൽ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.